കണ്ണടച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും ഉള്ളിൽ വസിക്കുന്ന ഈശോയോടും ഒപ്പം മറ്റെല്ലാ ചിന്തകളും വിട്ട് കഥ കടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ചിന്തകളും ഈവൻ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനാ നിയോഗങ്ങൾ വരെ വിടുക. ആത്മാവിനൊരു നിയോഗമുണ്ട്. ഈശോയ്ക്കറിയാം. നമ്മൾ ഈശോയെ അങ്ങ് സ്നേഹിക്കുക, അങ്ങ് വിശ്വസിക്കുക. ഈശോയെ നിനക്കറിയാം, പക്ഷെ നിനക്ക് എന്നെ വേണം. എൻ്റെ ആത്മാവിൻ്റെ ആ സോളിറ്റ്യൂഡ്, ആ ഏകാന്തതയിൽ നീ എൻ്റെ ആത്മാവിലൂടെ ലോകത്തിലേക്ക് ഒഴുകാൻ ആഗ്രഹിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഏകാന്തതയിൽ ഈശോയുമായിട്ട് ലയിക്കുമ്പോൾ വലിയ സംഭവം നടക്കുകയാണ്. 19-ാം സങ്കീർത്തനമാണ് നമ്മളിപ്പോൾ പാടിയത്. 19-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യം പറയുന്നത്, നമ്മൾ കുർബാനയെല്ലാം പാടാറുള്ളത് എങ്ങനെയാണ്? അമ്പരമനവരതം മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പകലുകളോടവിരമവിടത്തെ പുകളുര ചെയ്യുന്നു. ഇത്രേ നമ്മൾ പാടാറുള്ളൂ. പക്ഷെ അതെന്തിനാണ് കുർബാനയിൽ വചനം വായിക്കുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനം പാടുന്നത്? ഈ 19-ാം സങ്കീർത്തനം വചനവുമായിട്ട് എന്താ ബന്ധം? വലിയ ബന്ധമാണ്. ഈ ആകാശവും ഭൂമിയും, ഈ തെങ്ങും കവുങ്ങും, ഈ വാഴയും കപ്പയും, ഈ ചന്ദ്രനും സൂര്യനും, ഈ വാനവിധാനങ്ങളും എല്ലാം ദൈവത്തെ പാടി സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ്? തൻ കര വിരുതല്ലോ. ഇതെല്ലാം ആരുടെ കരവിരുതാണ്? ദൈവത്തിൻ്റെ കരവിരുതാണ്. നമ്മൾ പാടിയ ട്യൂൺ ഇങ്ങനെയാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനമവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യും. അവിടുത്തെ കരവേലയെ, അപ്പോൾ അവിടുത്തെ കരവേലയെ ഈ വാനവിധാനങ്ങൾ വരെ വിളംബരം ചെയ്യുന്നു എങ്കിൽ എന്താണ് ആ കരവേലയുടെ രഹസ്യം? എങ്ങനെയാണ് ഈ ആകാശവും വാനവിധാനങ്ങളും സസ്യലതാദികളും ഈ മനോഹര പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്? വചനത്തിലൂടെയാണ്. ആരിലൂടെയാണ്? എന്തിലൂടെയാണ്? വചനത്തിലൂടെ. ആ വചനമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനി തുറന്ന് അതിനകത്ത് പാടുന്നൊരു രഹസ്യം, പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഇത് രണ്ട് തരത്തിലുള്ള ഒരു ആത്മീയതയായിട്ട് കണക്കാക്കാം. പകല് ഒരിക്കലും രാത്രിയോട് സംസാരിക്കില്ല. പകൽ അടുത്ത പകലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രാത്രി പകലിനോട് സംസാരിക്കില്ല, രാത്രി അടുത്ത രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വലിയ പ്രതീകമാണിത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഇത് പകല് ഒരു തുറന്ന പരസ്യ ശുശ്രൂഷയുടെ ചിഹ്നം ഒരുപാടുണ്ട്.
രാത്രി ഒരു ഏകാന്ത പ്രാർത്ഥനയുടെ ഈ ഏകാന്തതയിൽ, നമ്മുടെ ആത്മാവിൻ്റെ ഏകാന്തതയിലാണ് ദൈവത്തിൻ്റെ ഏകാന്തത. ഇന്ന് രാവിലെയുള്ള എൻ്റെ പ്രാർത്ഥനയിൽ വന്ന ഒരു സൂചന ഇങ്ങനെയായിരുന്നു: ഇന്ന് ശനിയാഴ്ചയാണല്ലോ. എന്നോട് പറയാണ്, ഇന്ന് ശനിയാഴ്ചയാണല്ലോ. ശനിയാഴ്ചയുടെ പ്രത്യേകത എന്താ? ശനിയാഴ്ചയുടെ പ്രത്യേകത ഏറ്റവും വലിയ സൈലൻസിൻ്റെ ദിവസമാണ്. വെള്ളിയാഴ്ച ഈശോയെ കുരിശിൽ തറച്ചു, ഈശോയെ അടക്കിയതോടെ രാജാവ് ഒരു ഏകാന്തതയിൽ ഇങ്ങനെ ഉറങ്ങുകയാണ്. ശനിയാഴ്ച ആ ഉറക്കത്തിൻ്റെ ദിവസമാണ്. ആരുടെ ഉറക്കത്തിൻ്റെ ദിവസം? ദൈവത്തിൻ്റെ, ഈശോയുടെ. പക്ഷേ എന്താ അവിടെ നടന്നത്? ഈ ഏകാന്തതയിൽ, ഈ ഉറക്കത്തിൽ ഈശോ എന്ത് ചെയ്തു എന്നറിയോ? തൻ്റെ ആത്മാവിലൂടെ ലോകസ്ഥാപനത്തിന് മുതലുള്ള വ്യക്തികളോട് പോയി സുവിശേഷം പ്രഘോഷിച്ച് പാപം മൂലം വികലമായിരുന്ന ആദത്തെയും ഹൗവയെയും വരെ ജീവൻ കൊടുത്ത് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദിവസം കൊണ്ട്. എന്തോ ഒരു വലിയ ഒരു രഹസ്യമാണത്. ഞാൻ കുറേ നേരം ആ കല്ലറയുടെ ഉള്ളിലിങ്ങനെ കിടന്ന മാതിരിയായിരുന്നു എൻ്റെ ഒരു അനുഭവം. അത് വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ വരൂ എന്നാ പറയണത്. ഇന്നൊരു ദിവസം അടുക്കളയൊക്കെ വിട്ട് വന്നേക്കാണ്, അതുകൊണ്ട് ഇരുന്ന് ഉറക്കം വരാണ്. ഒന്ന് കൈ വീശി അടുത്ത ആൾ ഒന്ന് അനക്കി കൊടുത്തേ. മനസ്സിലായോ? ആ രാജാവ് ഉറങ്ങാണ്, പിന്നെ നമുക്കെന്താ ഉറങ്ങിയാലല്ലേ. പക്ഷേ രാജാവ് ഉറങ്ങുമ്പോൾ ചെയ്ത പണി എന്താ? അപ്പോൾ ഇതാണ് ഈ ഏകാന്തതയുടെയും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കരിസ്മാറ്റിക് പവർ, അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ് ആ വിധത്തിൽ. ആ ലോകം അതാണ്, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ഏകാന്തത അല്ലേ? എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. പിച്ച് കൂടി പോയതുകൊണ്ടാണ് പാടാത്തത്. കറക്റ്റ് പിച്ചിൽ പാടി. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. കണ്ടോ എവിടം വരെ എത്തി? ആ ഏകാന്തതയിൽ ഈശോ എവിടം വരെ എത്തി? ലോകസ്ഥാപനത്തിൻ്റെ മുമ്പിൽ വരെ ഒറ്റ ദിവസം കൊണ്ട് ചെന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? മനസ്സിലായില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ എന്തെന്നാണ് അതിൻ്റെ അർത്ഥം സാവധാനം മനസ്സിലാവും. ഇങ്ങനെ നമ്മളുടെ പ്രാർത്ഥന ശക്തമാകണമെങ്കിൽ ഇതിൻ്റെ ഈ വിശ്വാസത്തിൻ്റെയും ദൈവിക രഹസ്യങ്ങളുടെയും ആഴത്തിലേക്ക് നമ്മൾ പോകണം. നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ വിശ്വാസം വളർന്നാലാണ് ആദത്തെയും ഹവ്വയെയും സ്വർഗത്തിലേക്ക് എത്തിച്ചിരിക്കണം. വിശ്വസിക്കുന്നോ നിങ്ങൾ? മരിച്ചവരുടെ പാട്ട് പാടാമെന്ന് വിചാരിക്കരുത്. ഇത് പാടുമ്പോൾ സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം ഉണ്ടോ? ആ കടലാസിലൊന്നുമില്ല. നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിൽ
ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. ഇവ ഓർമ്മയുണ്ടല്ലേ? ഈ മരിച്ചവരുടെ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുകയാണെങ്കിൽ ആ പാട്ടുകൾ ചുമ്മാ പാടിയാൽ പോരാ, അത് വളരെ വിസ്മരണീയമായ കാര്യമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതല്ല. ഒന്നും കൂടി എല്ലാവരും ഒന്ന് പാടാമോ? ഏതായാലും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ വേറെ ആൾക്കാരായിരിക്കും പാടുന്നത്. ഇപ്പോഴേ ഒന്ന് പാടി പ്രാക്ടീസ് ചെയ്യും. സ്വർഗം ഭൂവിലിറങ്ങി എല്ലാവരും. ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. ആദവും ഹവ്വയും സ്വർഗത്തിൽ ആണോ അല്ലയോ? വിശ്വസിക്കുന്നുവോ? അതായത് ഉത്ഭവപാപം ചെയ്ത ആൾക്കാരെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുവന്നിരിക്കണു. കാരണം ഈശോ കുരിശിൽ ബലി അർപ്പിച്ചപ്പോൾ അവരുടെ പാപത്തിന് പരിഹാരം ചെയ്തോ ഇല്ലയോ? ചെയ്തു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ആത്മാക്കളൊക്കെ നശിച്ചു പോകുന്നുള്ള മാതിരിയാണ്. അങ്ങനത്തെ ഒരു ആവേശമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടിയുള്ളൊരു ആവേശമാണ്. കൊച്ചു ത്രേസ്യ, 14 വയസ്സുള്ള കൊച്ചു ത്രേസ്യ ട്രിപ്പിൾ മർഡറർ ആയ 3 കൊലപാതകം ചെയ്ത ഫ്രൻസിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയാൻ, എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ എന്തോരം സ്നേഹിക്കുന്നു, എനിക്ക് നല്ല വിശ്വാസമാണ്, നീ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞു, നിൻ്റെ വലതുവശത്ത് കിടന്ന നല്ല കള്ളനെ നീ സ്വർഗത്തിലെടുത്തു. ആ കരുണ ഈ ഫ്രൻസിനിക്ക് നീ കൊടുക്കണം. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ നീ കേൾക്കണം. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉയർപ്പിൻ്റെയും യോഗ്യതയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയാണ്, എനിക്ക് നല്ല വിശ്വാസമായി, അങ്ങൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, കോൺഫിഡൻസാണ്. കർത്താവ് വന്നിരിക്കുന്നത് എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പക്ഷെ ആ സ്വർഗത്തിൻ്റെ ആ അനുഭവം അവർക്ക് കിട്ടണമെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ അവർക്ക് വിശ്വാസം വേണം. ഇനി വിശ്വാസമില്ലാത്തവരാണെങ്കിൽ വിശ്വാസമുള്ള നമ്മളെപ്പോലെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ മധ്യസ്ഥത്തിലൂടെ അവർക്ക് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പം ഇത് പറയുമ്പോൾ ചിലർ ഒരു വിശ്വാസമില്ലാത്ത ആൾ നരകത്തിൽ സ്വർഗത്തിൽ പോകുമോ? ഭയങ്കര പാപത്തിൽ ജീവിക്കുകയും ജീവിതകാലം മുഴുവനും പള്ളിയിൽ പോകാണ്ടും കുമ്പസാരിക്കാണ്ടും ഭയങ്കര തിന്മയിൽ ജീവിക്കുന്ന ആൾ, അവനൊക്കെ സ്വർഗത്തിൽ പോകുമോ? കർത്താവ് കൊണ്ടായാലും നമുക്കാണ് പ്രശ്നം. അവനൊക്കെ പോകണോ? നമ്മൾ ഇത്രയും പ്രാർത്ഥനയും നടത്തി, എല്ലാ ദിവസവും പ്രാർത്ഥിച്ച്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി, ഇത്രയും ആരാധനയൊക്കെ നടത്തിയ നമ്മളും ഈ നാമമാത്ര ക്രിസ്ത്യാനികൾ അവനൊക്കെ പോകണോ? അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ അല്ല. നമ്മൾ അത് വെച്ചുകൊണ്ടല്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത്. മധ്യസ്ഥ പ്രാർത്ഥനക്കാരാരാ? 4 പേര് കൂടി ഒരു തളർവാദ രോഗിയെ തോളുകുത്തി എടുത്തുകൊണ്ട് വന്ന് കർത്താവ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് കേട്ടു. കുറേ ദൂരന്നേ അവിടെ നിന്ന് ഒച്ച കേട്ടപ്പോൾ സന്തോഷമായി, ആളവിടെ തന്നെ ഉണ്ട്. അവർ ഭയങ്കര ബുദ്ധിമുട്ടി, എന്തോരം ദൂരത്തുനിന്നാണ് വരണത്, മരുഭൂമി താണ്ടി വരികയാണ് അവർ. അവിടെ വന്നപ്പോൾ നോക്കുമ്പോൾ എന്താ, ജനം നിറഞ്ഞു നിൽക്കണം. അകത്തേക്ക് പ്രവേശിക്കാൻ യാതൊരു വഴിയില്ല. എന്നാൽ പിന്നെ നീ വിട്ടുകളാ, നമുക്ക് മടക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പോയില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് തീഷ്ണത വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർക്ക് തീഷ്ണത വർദ്ധിച്ചു. എന്താ തീഷ്ണത? വല്ലവരുടെയും കൂര പൊളിക്കണം.
ഇന്നത്തെ കാലത്താണ് ഈ വേറെ ആരുടെയെങ്കിലും കൂര പൊളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കേസ് കൊടുക്കൂലേ? നമുക്ക് പല ചിന്തകളും, അവരൊക്കെ കേസ് കൊടുത്ത് നമ്മൾ അറസ്റ്റാക്കാം, എന്നാലൊരു മര്യാദയല്ല വല്ലവരുടെയും കൂര പൊളിക്കും. ഇതൊന്നും അവർ നോക്കണില്ല. അവരെ സംബന്ധിച്ച് ഈ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. ഈ യേശുവിൻ്റെ അടുത്തങ്ങ് അവരെ ഒന്ന് കൊണ്ടുചെന്നാൽ യേശു അവനെ രക്ഷിക്കും. അപ്പോൾ ഈ കൂര, ഈ മേൽക്കൂര എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയാണ്. ഇന്നത്തെ ലോകം ഒരു മേൽക്കൂര വെച്ച് ദൈവത്തിൽ നിന്ന് ആളുകളെ അകറ്റുന്ന ഒരവസ്ഥയാണ് എല്ലാ തരത്തിലും. അതിനെ വെട്ടിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കൊണ്ടിയെല്ലാൻ. വെട്ടിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒബ്സ്റ്റക്കിൾ റേസ് നടത്തിയിരുന്നില്ല? ഒബ്സ്റ്റക്കിൾ റേസ് സാധാരണ ഓട്ടമല്ല ഇവിടെ ഓടേണ്ടത്, ഒബ്സ്റ്റക്കിൾ റേസാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം അപ്പുറത്ത് നമുക്ക് ചെല്ലണം. അങ്ങനത്തെ ഒരാവേശവും ഒരു തീഷ്ണതയും വേണം. ഈ 4 പേരെ ഈ പുരമുകൾ പൊളിച്ച ആളെ താഴോട്ട് ഇറക്കുമ്പോഴാണ് ഈശോ കാണുന്നത്, എൻ്റെ ദൈവമേ ഇതാരാണത്? 4 പേരവിടെ നിൽക്കുന്നുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്, ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി ബാക്കി കാര്യം നീ നടത്തിക്കോളും. നമുക്ക് നല്ല വിശ്വാസം. കർത്താവ് നോക്കുമ്പോൾ നല്ല തിളങ്ങുന്ന ബൾബുകൾ പോലെ അവരുടെ കണ്ണുകൾ. എന്നിട്ട് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവരുടെ വിശ്വാസം കണ്ടു. കണ്ടോ? അവരുടെ അനുഷ്ഠാനങ്ങളൊന്നുമല്ല. അനുഷ്ഠാനമനുസരിച്ച് ഇവർ നേരെ വാതിലിലൂടെയൊക്കെ വരേണ്ടവരാണ്, ഇല്ലേ? അവർ മുൻകൂട്ടി ഒന്ന് അറിയിക്കുക പോലും ചെയ്യേണ്ടതായിരുന്നില്ലേ? ഇതൊരു അപ്പോയിൻമെൻറ്റും ഇല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ വരാൻ പറ്റുമോ? അതൊക്കെയാണ് അനുഷ്ഠാനങ്ങൾ. ഒരു അപ്പോയിൻമെൻറ്റും ഇല്ല, ഒരു നേരെ വഴിയുമല്ല, വല്ലവരുടെയും വീടിൻ്റെ കൂര പൊളിച്ചിറക്കി കൊണ്ടുവന്നേക്കണം. എന്താണ് അവിടെ ഈശോ അവരോട് പറഞ്ഞത്? എന്താണ് ഈശോ അവനോട് പറഞ്ഞത്? ഒന്ന് ഓർത്തേ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. അപ്പോൾ അതിൽ 2 ഭാഗമാണ്. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗം. അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ഭാഗമാണ് ആ ഒരു ചെറിയ വാക്ക്. എന്താണ് ആ വാക്ക്? മകനെ. ഇത് മേലൊക്കെ കോരിത്തരിക്കണം. അവനൊരു ഫരിസേയനായിരിക്കാം, അവൻ മാമോദീസ സ്വീകരിച്ച ആളല്ലല്ലോ, മാമോദീസ അന്ന് ആയിട്ടില്ലല്ലോ. പക്ഷെ അവന് ഈ 4 പേരുടെ വിശ്വാസം, അതാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞാൽ. ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ പറഞ്ഞു, മകനെ. പ്രൈസ് ദി ലോർഡ്. മകനെ. അന്ന് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഈ ദൈവപുത്രന് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുണ്ടെന്ന് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ച് യേശു പാപങ്ങൾ ക്ഷമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ലോകം മുഴുവൻ്റെയും പാപങ്ങൾ ക്ഷമിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്താണ് നമുക്കറിയാത്തത്? മകനാണെന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ. നമ്മൾ ആരാണെന്ന്? മകനാണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അനേകരെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾക്ക് ഈ വിശ്വാസം ഉണ്ടാകണം. ഏറ്റവും വലിയ പാപിക്ക് വേണ്ടിയാണ് ഈശോ വന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വിശുദ്ധമായി ജീവിക്കുന്ന ഒരാൾ ഈ ലെവലിലാണ് ഉദ്ദേശിച്ചത്, ഈ മോഡൽ ലെവലിൽ. ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈശോന് എത്ര ശക്തി വേണം? ഒന്നും കൂടെ നോക്കി എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ച് ശ്രദ്ധിക്കണേ. വിശുദ്ധമായിട്ട് ജീവിക്കുന്നു, അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എത്ര ശക്തി വേണം? കണ്ടോ? ഈ മുകളിൽ നിന്ന് കൊണ്ടുപോകണം. എന്നാൽ വേറൊരാൾ പാപത്തിൻ്റെ കുഴിയിൽ കിടക്കണം, ഇയാളെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ? അതിനുവേണ്ടി ഈശോ എത്ര ശക്തി ഉപയോഗിക്കണം? കണ്ടോ?
വ്യത്യാസം കണ്ടോ? ഏതിനാണ് കൂടുതൽ ശക്തി ആവശ്യം? പാപത്തിൽ കിടക്കുന്നവർ. അതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടത്. അവിടെ ഒരു ഡബിൾ എൻജിൻ പോലെ പ്രവർത്തിക്കണം. കുർബാനയ്ക്ക് സമയമായേ. ഇവിടെ വെച്ചാണോ കുർബാന? മുകളിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുർബാനയിൽ നമ്മളുടെ തന്നെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഇങ്ങനെ വളരണം. നമുക്കും പാപവും ബലഹീനതയൊക്കെ ഉണ്ടാകാം. ഒന്നും വിഷമിക്കണ്ട. കർത്താവ് അതെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം തന്നിട്ടുണ്ട്. ആ വരം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് തന്നെ അനേകം പാപികളെ ഇങ്ങനെ ഉയർത്താൻ നമ്മൾ ഉപയോഗിക്കും. അനേകം പാപികളെ ഉയർത്താൻ. വിശുദ്ധന്മാർക്ക് വേണ്ടി അല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മളിലുണ്ടാകേണ്ട മനോഭാവത്തിൻ്റെ ഒരു വ്യത്യാസമാണ് കാണുന്നത്. നമുക്ക് ചുറ്റും വലിയൊരു സമൂഹം ദൈവത്തെ സ്നേഹിക്കാത്തവരുണ്ടാകാം, മദ്യപാനികളുണ്ട്, ഈശ്വരവാദികളുണ്ട്, നവീകരണത്തിനെ തിരസ്കരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കിവിടെ നിർത്താം. നമ്മളിപ്പോൾ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഉൾക്കാഴ്ചകളെല്ലാം വെച്ചുകൊണ്ട് നമ്മളിൽ നവീകരണം ഉണ്ടാകുന്നതിന് വേണ്ടി ദാഹിക്കുക. പ്രൈസ് ദി ലോർഡ്.